ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഉമ്മമാനെ കൊണ്ടാവാതെ ഒരു സ്ഥലം വരെ പോവാണ് അല്ലേ ഉമ്മ? അതായത് ഞങ്ങളെ ഒരു കല്യാണത്തിന് വിളിച്ചിക്കണ്. അപ്പൊ കല്യാണത്തിന് ഉമ്മമാക്ക് മറ്റേ സോഡിയം കുറവൊക്കെ അല്ലേ, അപ്പൊ ഉമ്മമാനെ കൊണ്ടുപോയ പോയിട്ടില്ലാന്നല്ല, ഞങ്ങൾ കൊണ്ടുപോകണില്ല. ഉമ്മമാന്റെ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തണുത്തിട്ടാണ്, കാരണം പറഞ്ഞ മഴയാണ്, രാവിലെ തുടങ്ങിയ മഴയാണ് ഗൈസ്. അല്ല വേറെ തണുപ്പിനുള്ള കുപ്പായം ഇല്ലേ, പക്ഷെ ഇത് ഇട്ടാ നല്ല ചൂടാണ്. ഇത് തണുപ്പിന് കുപ്പായം തന്നെയുണ്ട്, വേറെ കുപ്പായം ഉണ്ട്. അതായത് ഗൈസ് മാക്സിന്റെ മുകളില് ഇങ്ങനെ ഡ്രസ്സ് ഇത് മാക്ക് എവിടുന്ന് കിട്ടിയതാണ്? മറ്റേ ഇത് കൂടെ ഡ്രസ്സും കൊണ്ടുവരുന്ന ആള് തന്നാ ആരോ കൊടുത്തയച്ചാണ്. എനിക്ക് തൊഴിലുറപ്പിന്ന് ഡ്രസ്സ് മറ്റേ കിട്ടിയില്ലേ, അതിലുണ്ടായിനി കുപ്പായം. എനിക്ക് കണ്ടപ്പോ തോന്നി തൊഴിലുറപ്പല്ലാതെ വേറെ ഡ്രസ്സ് ഇങ്ങനത്തെ കിട്ടാൻ ചാൻസ് ഇല്ല. തൊഴിലുറപ്പിന്നൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുള്ളൂ. എന്താടോ തൊഴിലുറപ്പിന് കുറ്റം പറയുന്നത്? നല്ല ചൂടാണ് ഇട്ടാ മതി, അപ്പൊ തണുപ്പേക്കൂലല്ലോ, കൈത്തൊന്നും കാണൂല. അത് മതി, ഇതൊക്കെ ഇട്ട് നിന്നാ മതി. നമ്മളാര് കാണാൻ ഈ പരിയില്? നമ്മളെ കാണുള്ളൂ. നമുക്ക് ഡ്രസ്സൊക്കെ ആ കാട്ടുമുരിക്കൊന്ന് വേണ്ട, അത് ഏതായാലും ഒഴിവാക്കി. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും കാട്ടണല്ലോ. ഗൈസ് മഴ ആയതുകൊണ്ട് നമ്മള് ഓട്ടോറിക്ഷക്കാണ് പോവാൻ നിക്കണത് അല്ലേ? ഓട്ടോറിക്ഷ വന്നോ? ഓട്ടോറിക്ഷ വന്നിക്കണേ ഗൈസ്. അപ്പൊ നമുക്ക് ഇറങ്ങാട്ടോ. ഉമ്മ വാതിലൊക്കെ കുറ്റിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നോളി. അതായത് ഗൈസ് ഞങ്ങൾ പെരിയുന്ന സംഭവം എന്താന്ന് പറയാത്തത് കാരണം അവിടെ വെല്ലിമ്മ ഉണ്ടായോണ്ടാണ്. അപ്പൊ ഉമ്മ നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? നമ്മൾ ചാത്തമുണ്ട ബാങ്ക്. എന്തിനാണ് പോണത്? ഇമ്മാന്റെ കമ്മല് പണയത്തില്. അതായത് ഗൈസ് ഇമ്മാന്റെ കമ്മല് ഏകദേശം 1 കൊല്ലത്തിന്റെ അടുത്തായി പണയത്തിൽ കിടക്കണേ. അത് എന്തിനാ പണയം വെച്ച് ചോദിച്ചു കഴിഞ്ഞാല്, ഞങ്ങളിപ്പോ അവിടെ പെര വെക്കണ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് പണയത്തിൽ വെച്ചതാണ്. അത് ഉമ്മ കുറേ നാളായി അതൊന്നും എടുക്കണം. പിന്നെ ഉമ്മ കഴിഞ്ഞ മാസം ഇങ്ങനെ പലിശ ഇങ്ങനെ കൊണ്ടുപോയി അടക്കുകയാണ്. അപ്പൊ അത് നമ്മൾ വെല്ലിമാക്ക് സർപ്രൈസ് ആക്കിയിട്ട് കൊടുക്കാൻ പോകാണ് ഗൈസ്. അല്ലേ? അതിനാണ് ഞങ്ങൾ വെല്ലിമാനോട് കല്യാണത്തിന് പോകുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇമ്മമ്മയും വരും. അപ്പൊ ഗൈസ് നമുക്ക് നേരെ ചാത്തമുണ്ട ബാങ്കിക്ക് പോകാം അല്ലേ? ഗൈസ് നമ്മൾ ഓട്ടോറിക്ഷയുടെ വെയിറ്റിംഗ് ആണ് അല്ലേ? രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണല്ലേ? മഴക്ക് ഒരു രാവിലെ തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ രാവിലെ 9 മണി തൊട്ടപ്പോ ഒന്നും ചാറല്ല, പെരും മഴ ഉണ്ടായിനി. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിനി. നേരെ പോയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ ബാങ്കിൽ എത്തിക്കണം. ചിലപ്പോൾ ഗൈസ് നമുക്ക് ഉള്ളിൽ നിന്ന് വീട് എടുക്കാൻ പറ്റിയെന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കാണ്. അപ്പോൾ അവിടുന്ന് ഗോൾഡ് എടുക്കണമെന്ന് പറ്റിയെന്ന് വരില്ലല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ചെന്ന് നോക്കാം. ഇനി അവിടെ ചെന്നിട്ട് സാധനം എടുക്കാം, എന്നിട്ട് പുറത്തൊക്കെ വന്നിട്ട് ഇതാക്കണ്ട. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറി വെക്കാം. എടുക്കാൻ പറ്റണമെന്ന് എടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ ചെന്ന് കയറി വരി. പേയ്മെന്റ് എവിടെയാണ്? ഇവിടെ ഗൂഗിൾ പേ. എത്രയാണ്? 11,086. ഗൈസ് അങ്ങനെ നമ്മൾ ഉമ്മമാന്റെ സ്വർണ്ണം അവിടുന്ന് എടുത്തേക്കണേ കേട്ടോ. അതിന്റെ അടിയിൽ ഭൂലോക കോമഡി നടന്നിക്കണേ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 11,000 സ്വർണത്തിന്റെ പൈസ. ഞാനതില് 1 ലക്ഷം അടിച്ചു വെച്ചിട്ടുണ്ട്. 1,10,000 അടിച്ചു വെച്ചു. പക്ഷേ ഗൈസ് അത് ഉണ്ടെങ്കിൽ നമുക്ക് പോകൂല, കാരണം അത്ര എമൗണ്ട് ഒന്നും നമ്മളെ അക്കൗണ്ടിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ വെല്ലിമ്മാന്റെ സ്വർണം. 1 കൊല്ലത്തിന് അടുത്തായിട്ട് ബാങ്കിൽ പണയത്തിൽ കടന്ന വെല്ലിമ്മാന്റെ കമ്മൽ 2 കമ്മലില്ലേ? ഇത് എത്ര പവനാ? ഇത് പവനൊന്നും ഉണ്ടാവില്ല. എന്തായി കഴിഞ്ഞാലും ഗ്രാമമായാലും ഇതായി കഴിഞ്ഞാലും ഗൈസ് ഇത് വെല്ലിമ്മാന്റെ സ്വർണ്ണാണ്. ഇത് നമ്മൾ വെല്ലിമ്മാക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ഗൈസ് അല്ലേ? ഇതിന് മാസം വന്നിട്ട് ഇവിടെ അടവടക്കണേ. 500 രൂപ പലിശ മാത്രം വന്ന് അടച്ചു പോണേ. 2 ആഴ്ച പോയിട്ടുള്ളൂ ഞാൻ അടച്ചിട്ടപ്പത്തിന് 100 രൂപ പലിശ മാത്രം. അങ്ങനെ നമുക്ക് ഈ സാധനം വെല്ലിമാക്ക് എടുത്തു കൊടുക്കാൻ നമുക്ക് പറ്റി അല്ലേ? നമുക്ക് പോവല്ലേ? ഇനി എന്താ വാങ്ങാനുള്ള? മീനോ? മീൻ വേണം, പപ്പടം വേണം. മീനും പപ്പടമൊക്കെ വാങ്ങാനുണ്ട്. വേറെന്തോ മുട്ടായി ഉമ്മമാക്ക് മുട്ടായി തൊള്ള കഴിച്ചിട്ട് ഉമ്മമാക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് നേരെ പരിക്കോ. ഇതിന്റെ കളയിലാക്കിയാ ഇനി നമ്മള് നേരെ സാധനം വാങ്ങാണ്ട്. അയിലാണോ അല്ല ടമാല്?
ഗായ്സ് എന്നില്ലാത്ത മഴയാണ് ഇന്ന് വരുന്നത് അല്ലേ? ഇന്നലെ ഒന്നും മഴ ഇല്ല. ഇനി നമ്മള് സ്വർണ്ണം എടുക്കുന്നോണ്ടാണ് തോന്നുന്നത് ഉമ്മ മഴ പെയ്തത് അല്ലേ? ഉണങ്ങാനാണ് പാട്. മഴക്കാലം എന്നാ കഴിയാ ആയോ? എവിടെ ഇനി എത്ര മാസം ഒരു മാസോ 3 മാസം ഞാൻ പറഞ്ഞില്ലേ ഇനി പെരും മഴക്കാലം വരാൻ പോണുള്ളൂ. ഇതൊന്നും അല്ല മഴക്കാലം അല്ലേ? ഞാൻ മഴക്കാലം തുലാ 10 കഴിഞ്ഞാ തുലാപ്പത്തിനും കിടക്കാം. അങ്ങനെയൊക്കെ അതാണ് വരുന്നത്. ഇപ്പൊക്കെ പെരുമഴ. ചെമ്പല്ലി അതിലുണ്ടോ? അതിലാണല്ലോ നമ്മ ഇറങ്ങി അടിച്ചാ പോയി അയില. അതിലെത്ര വണ്ടിയെ അവിടെ എന്താ എങ്ങോട്ട് വില ചോക്ക്? ഞാനും വരണ പാണ്ട്. ആ അല്ല വേണ്ട അതിലെത്ര വണ്ടിയമ്മ? 1.5 വാങ്ങിക്കളാം. 1.5. 1.5 എത്ര? 200 പിന്നെ ആ കയ്യിലാണ് ഇഷ്ടം. അവിടെ ഇന്നെന്താ ഹർത്താൽ എന്തെങ്കിലാണോ? ഇന്ന് ഹർത്താൽ എന്തെങ്കിലാണോ? കട തുറന്നിട്ടില്ലല്ലോ. നീ പപ്പടല്ലേ വാങ്ങാനുള്ളൂ? വേറെ എന്തെങ്കിലും വാങ്ങാണ്ടോ? താഴെ പോവാ. ഞാൻ അപ്പൊ അവിടെ സ്ഥലം വാങ്ങിന്. ഈ കാണണേ ഞങ്ങൾ അങ്ങാടി ചാത്തമുണ്ട് അങ്ങാടി. അതെ കടകളൊന്നും തുറന്നിട്ടില്ല. എന്താണാവോ? അല്ല ഉമ്മമാരോട് എന്താ പറയാ? കല്യാണം നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളെ ചെറുക്കനും പെണ്ണൊക്കെ പോയി അറിയാം. 9 മണിക്കാണോല്ലോ കല്യാണം. ഉമ്മമാരോട് പറയാൻ പറ്റില്ലല്ലോ സ്വർണ്ണം വാങ്ങാൻ വന്നാല്. എവിടെ എന്റെ കജ്ജിലുണ്ടോ? അമ്മ ഇരിക്കണേ. അല്ല എന്നാ ചളി കൂലി അയക്കണെന്നാ. അല്ല ഈ പോക്കറ്റില്ല. ഗായ്സ് മഴ തകർത്ത് പെയ്യാണ് കേട്ടോ. നോക്കി നിന്നിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ. ഗായ്സ് ഞാൻ വേഗം പെരീക്ക് വണ്ടി പോട്ടെ. അമ്മ നമ്മൾ ഉമ്മമാരോട് എന്താ പറയാ? കല്യാണം കഴിഞ്ഞ പുതിയ അവള് എളുപ്പം പോയി അറിയണം. അപ്പളേ പറഞ്ഞല്ലേ നേരത്തെ ഇറങ്ങാൻ. 9 മണിയായപ്പത്തിന് മഴ ഇതപ്പോലെ പോയിന്ന്. ഗായ്സ് അപ്പൊ അതാണ് നമ്മുടെ പ്ലാന്. വല്യമ്മ ഇപ്പോ എനിക്ക് തോന്നുന്നു ഉമ്മ കടക്കഴിക്കല്ലേ? പോയൊക്കെ ഗായ്സ് എല്ലാം നമുക്ക് കണ്ടറിയാം. വല്യമ്മ എന്താ പറയാ? അതെ വല്യമ്മക്ക് ഒന്നും ഉണ്ടാവൂലേ? എല്ലാം നമുക്കറിയാം. ഞാൻ അപ്പോഴും പറഞ്ഞാണ് നേരത്തെ പോവാന്ന്. അല്ലെങ്കിൽ പിന്നെ ആ ചോറ് കിട്ടിയിട്ട് എല്ലാരെയോ എല്ലാരും അവിടെ പോയിട്ട് ഇനിയിപ്പോ എന്ത് തേങ്ങാണ് വെറുതെ ആകെ പറയിപ്പിച്ച്. കല്യാണം കഴിഞ്ഞു എന്നപ്പത്തി ഞങ്ങൾ എന്താട്ടാനപ്പോ ആ ചടച്ച് കറണ്ട് ഇല്ല ഇപ്പൊ ഇവിടെ? കറണ്ടില്ല. കല്യാണം അവിടെ എത്തിയപ്പോ കല്യാണം കഴിഞ്ഞു. മഴ ഇപ്പൊ പെണ്ണും ചെറുക്കനൊക്കെ പോയി. പെണ്ണു ചെക്കൻ പെണ്ണിന്റെ പാട്ടിൽ നമ്മള് കത്തുക്കൂല നേരം സമയമൊന്നും ഇല്ലാത്ത കല്യാണം. നമ്മള് ഇവിടെ 10:00 11 മണിക്ക് പോയത്. 12 മണിയായപ്പോ ഓരോ കല്യാണം കഴിഞ്ഞ് പോയി. ഒരു ക്ലോക്ക് ഉണ്ടായിട്ട് ഗൈസ് ആ ക്ലോക്ക് പോയി. അതൊരു കുട്ടി നമുക്ക് ഗിഫ്റ്റ് എന്നാണ്. അതാണ് ഈ പോവുകയും ചെയ്തത്. അത് പോവുകയും ചെയ്തു. എന്താ ചോറൂടെ വെച്ചിട്ട് ആണോ? ചോറുണ്ടില്ലേ? പിന്നെ കുഴപ്പമില്ല. ആ അമ്മയാണ് മുട്ടായി വേണമെന്ന്. മുട്ടായി മരങ്ങൾ അവരെ പൊഴിഞ്ഞൂഞ്ചി പോയി. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? മുട്ടായിയുടെ കല്യാണം വണ്ടിക്ക് വന്നു. ഇതെന്തോ മറ്റാ അവിടുത്തെ ആൾക്കാർ എന്നാ മുട്ടായിന്റെ സാധനമാണ്. അത് നോക്കിയിട്ട് ഇതാക്കി എന്തോ കൽക്കണ്ട മുട്ടായിയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞീന്. കമ്മല് ആര് കമ്മലി? ചമ്മല്. അത് എടുത്തിട്ടായി വരുന്നത് അറിയോ? എടുക്കാനാണ് ഈ കല്യാണം എന്ന് പറഞ്ഞു പോയത്. ഞങ്ങള് കല്യാണത്തിനല്ല പോയത്. മമ്മനെ അറിയിച്ചാൽ വേണ്ടി പോയതാണ് ആ സാധനം എടുത്തുകൊണ്ടിരാൻ വേണ്ടിട്ട്. അറിയോ? സന്തോഷായില്ലേ?
എന്ത് സന്തോഷം. അപ്പൊ ഞാൻ കമ്മലോ ആ ഇച്ചൊന്നും വേണ്ട അപ്പൊ നിങ്ങളെ കമ്മലല്ലേ പാടെ പണയം. അല്ല ഉമ്മാന്റെ കമ്മൽ ഇനി പണയത്തിലൊന്നുമില്ലല്ലോ. ഇതുവരെ ഇമ്മാന്റെ സ്ഥലം വാങ്ങിയില്ലേ കമ്മലിട്ടിട്ട് കമ്മലും മാലയൊക്കെ ഇട്ടിട്ട്. അതിനിപ്പോ എന്താണ് മാല ഉണ്ടായിരുന്നു ചവിട്ടില് അതും വിറ്റ് മോതിരം ഉണ്ടായിരുന്നു അതും വിറ്റ്. ഇതൊക്കെ ഉമ്മമാക്കുള്ള മുട്ടായിയാണ്. മറ്റേ ഇതില് ഓൾറെഡി മുട്ടായികൾ ഉണ്ടല്ലോ. അതായത് ഗൈസ് വല്യമ്മക്ക് തൊള്ള കഴിച്ചിട്ടേ മുട്ടായി വേണമെന്ന് പറഞ്ഞാണ്. ഇതാണ് ഗൈസ് വല്യമ്മാന്റെ കമ്മല് അല്ലേ? ആ ഇട്ടുകൊടുക്കും. കല്യാണല്ലേ കല്യാണല്ല അത് ഉമ്മമാനെ പറ്റിച്ചാൻ വേണ്ടി പറഞ്ഞതാണ്. ചെവി ചപ്പിക്കാൻ വേദന ഉണ്ടോ? ഇനി ഉമ്മ എങ്ങനെയാ ഉമ്മ എങ്ങനെ ഈർക്കളിയൊക്കെ ഉണ്ടല്ലോ കാലിൽ ഞാൻ ഇട്ട് കൊടുക്കാം. ഈർക്കലി ആ ഈർക്കലി ഒഴിവാക്കുന്നാലേ വന്നേ. ആരാ പറഞ്ഞത് ഈർക്കലി ഉണ്ട്? ഈർക്കളി ഊരാതെ ആ ഈർക്കലി ഊരാതെ ഈർക്കലി കൂടെ കുത്തി കയറ്റി. നമ്മള് വല്യമാന്റെ സ്വർണ്ണം ഇട്ട് കൊടുക്കാൻ പോവാണേ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഞാനല്ലല്ലോ ഇടാൻ അറിയുന്നവരിടണേ. അതിനെ ആ ഈർക്കണ്ട മോളിൽ കൂടെ ഇട്ടാ പിന്നെ വെട്ടാറപ്പോ ഇങ്ങോട്ട് തിരിച്ചടാ. എങ്ങോട്ടാണ് ഇതിന്റെ തിരി എങ്ങോട്ടാ? എങ്ങോട്ടാ തിരി? ഗൈസ് ഇത്രയും കാലം വല്യമ്മാന്റെ കൗത്തില് ചെവിമല് ഈർക്കലിയാണ്. ഇപ്പത്തെ ചെവിയിലും ഉണ്ടാവും. ഇപ്പത്തെ ചെവി ഈർക്കലി കളഞ്ഞിക്കണോ? അപ്പൊ ഈർക്കലി ഇട്ട് കഴിഞ്ഞാൽ ഒരു മോട്ടർ നന്നാക്കി ഇടന്നിട്ടേ വെള്ളം അടിച്ചണ്ടേ അപ്പൊ കൊണ്ടുപോയി പണയം വെച്ചാണ്. അല്ല അപ്പൊ എന്താണ് മോട്ടർ പിന്നെ വാങ്ങിക്കല്ലേ ആണോ? അതിനാണ് വെച്ചിരുന്നത്. പിന്നെ അല്ലാതെ വെള്ളം കുടിച്ചണ്ടേ? ആ ശരിയാണല്ലോ. 10,000 റുപ്യക്ക് എവിടെ സ്ഥലം കിട്ടണേ? മറ്റേ സ്ഥലം വാങ്ങിയപ്പോ അതിന്റെ അല്ലേ മോട്ടർ കിടന്നിട്ട് നന്നാക്കാൻ വെച്ചാ മോട്ടർ വാങ്ങാൻ വെച്ചാ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് സ്ഥലത്തിന്റെ ഇപ്പൊ നേരം 5-6 കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ആ അന്ന് പിന്നെ അത് സ്ഥലത്തിന് വാങ്ങിട്ടൊക്കെ വിറ്റു. പിന്നെ ഇതിന്റെ തിരി എങ്ങോട്ടാണ് ഉമ്മ? ഇങ്ങനൊക്കെ തിരി വെച്ചിട്ടുണ്ട് ഇതിന്റെ. അത് ഓല് വെക്കണേ ഞാൻ തിരിച്ചാ ഇട്ടോ. അങ്ങോട്ടല്ല അങ്ങോട്ടാണ് തിരി. ആ ഇങ്ങോട്ട് അങ്ങോട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ? ഇപ്പൊ ഒരു മിന്നി തിളക്കുണ്ട് അറിയോ? അപ്പൊ നോക്കാനൊരു വീറും വൃത്തിയുണ്ട്. അതന്നെ എന്റെ പെൻസ പൈസ കൊണ്ട് വാങ്ങിയത് മറ്റേ വിറ്റിട്ട്. പൈസ കൊണ്ട് വാങ്ങിയത് ഇജ്ജുകൊണ്ട് എന്താ കുറച്ച് വിറ്റിയില് ഒരു 11,000-12,000 കൊടുത്ത എന്തോ എന്തോ അതിനെ വേണ്ടിട്ട് എന്റെ കഴിച്ചെന്ന് കുറച്ച് പൈസ വാങ്ങി എന്തോ കാര്യത്തിന് വേണ്ടിട്ട് എന്നോ ഒരു കോരി വാങ്ങിക്കണം. അത് ഞാനറിയില്ല. അത് ഇമ്മി ഓനുമായിട്ടുള്ള 11,000-12,000 ആണോ ഞാനോ അന്ന് മൊബൈല് വാങ്ങിയത് എന്തിനാണ് അവർക്ക് വാങ്ങിക്കുന്നത്? അത് ഞാനറിയില്ല. പ്ലസ് കഴിഞ്ഞ ഒരു 11,000 റുപ്യ. ഇപ്പൊ ഇപ്പം കാട്ടിയതോ ഉമ്മാന്റെ എത്ര വളയെ കൊണ്ട് വിറ്റീന്? 30,000 രൂപ ആകെ തന്നു. ബൈക്ക് വാങ്ങാൻ തന്നോ? നിന്റെ പൈസ ഇട്ടിട്ടില്ല ഇപ്പോഴും. നിന്റെ നട്ടടാ അതൊക്കെ ഞാൻ കൊടുത്തു തീർത്തു മോനെ. എന്നാ ഇനി ചോറിനോളി കല്യാണം ചോറിനാ ടൈം ആയിട്ടില്ലല്ലോ. ടൈം ഉണ്ടല്ലോ. എവിടെ കല്യാണം എന്ന് പറഞ്ഞത്? കല്യാണം പറഞ്ഞൊരു സാധനമല്ല. ഞങ്ങള് കല്യാണം എന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി. അല്ല അമ്മമാരുടെ ഞങ്ങൾ സ്വർണ്ണം വാങ്ങാൻ പറഞ്ഞു പോവേ. അതിനെ നിങ്ങള് കല്യാണത്തിനാണ് കാരണം ഞാനോ നേരെ എഴുതി അവിടെ പോയി കിടന്നു. അപ്പൊ ആലോചിക്കണ്ടാവും മക്കളിപ്പോ ഇന്നൊക്കെ വിട്ടാ ഞാനാ വിചാരിച്ചിട്ട് തന്നെയല്ലേ ഞാൻ പോരും. ഈ വെജാറപ്പ കല്യാണത്തിന് പറയാം തൊള്ളേന്ന് അതിനും പുളിയില്ല എന്തെന്ന് വെച്ചാ കാഞ്ഞിരക്കാ. അതായത് ഇന്നാണ് ഉമ്മമാന്റെ സോഡിയം ചെക്ക് ചെയ്യേണ്ടത്. ഹോട്ടലിൽ പോണോ? ആ പിന്നെ പൂത്തല് പോണ്ടേ? അവിടുന്ന് ഡയലോഗ് വിട്ട് പോന്നല്ലോ. ഡോക്ടറിനോട് എന്താ ഞാൻ തിന്നോളാണ്. ഞാൻ തിന്നുന്നുണ്ടല്ലോ. എന്താ പപ്പടം പൊരിച്ച ചോറിന. നമുക്കിന്ന് കാണാൻ കഴിച്ചു വല്യമാന്റെ സോഡിയം ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും എന്താവുക. റിസൾട്ട് നമുക്ക് നോക്കാം. അവിടെ പണിയെടുക്കുന്നുണ്ട്. ഉമ്മ ഒരു വെള്ളം തരും മാണോ ചോദിച്ചോ. ആദ്യമൊക്കെ കഴിച്ച് നമ്മളിവിടെ അയൽക്കാരി വരുന്നതില്ലേ പുതുക്കാൻ വേണ്ടി വന്നാ. നമ്മളിവിടെ പുതുക്കാനല്ല കാട് ഇതൊക്കെ തട്ടി താമസക്കാരുണ്ടായിരുന്നു. അതിൽ ആര് നിൽക്കാനോ?
അപ്പൊ അതാണ് ഇപ്പൊ നമ്മളെ കടബാധ്യതകളൊക്കെ കഴിഞ്ഞു എന്ന് പറയാം ആ ബില്ലാണ് കൊടുത്തളാ അല്ലേ ഇനി ഇത് മാസം പോയിട്ട് ഇവിടെ 500 രൂപ പോയിട്ട് അടക്കുക എന്തിനാണോ അവിടുന്ന് എടുത്ത് കൊണ്ടുവന്നിക്കാണിതേ ഇനി എന്തിനാ അടക്കണേരമ്മ നിങ്ങളെ കൊണ്ട് കജൂലെങ്കിൽ അവിടെ നോട്ടാച്ച പോരാ നിങ്ങൾ ഇപ്പം എന്നെ കൊണ്ട് മാസം അടുപ്പിച്ച ഞാൻ ആഴ്ച ഇടുന്ന വരുമാനം നിങ്ങൾ തരാതെ പെൻഷനോ ആ അതിനത് വരുമാനല്ലേ അതൊരു സംഖ്യ ഉണ്ടാവും ഒരു സംഖ്യ ഉണ്ടാവും 7000 റുപ്യ എന്താ ഇനി എന്താ കാട്ടുന്നത് ഇനി ഇത് ഉരി വെക്കോ ഇല്ലല്ലോ എന്തിനാ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കല്ല എന്തിനാ ഊരിയേക്കണം അവിടെ വളർത്തും ഉമ്മ കയ്യിലല്ലേ മാണം നമ്മ അതിലെ കുട്ടികളല്ലേ അയില ഉമ്മാന്റെ കാലമൊന്നുമില്ലല്ലോ നമുക്ക് ഇങ്ങനെ കമ്മല് വാങ്ങാം അതിന് അത്രക്കൊന്നും നമ്മളായിട്ടില്ല അത്രക്കൊക്കെ ആവുമ്പോ guys നമുക്ക് വാങ്ങിക്കൊടുക്കാം നമുക്ക് ആദ്യം ഇപ്പൊ സ്വർണ്ണം നല്ല പ്രാധാന്യം നമുക്കിപ്പോ ഒരു പെരയാണ് പ്രാധാന്യം പിന്നെ ഉമ്മാന്റെ ഈ 10000 കൊണ്ട് പെര വെക്കാൻ പറ്റൂല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളെ എടുത്തത് എഴുതിപ്പോ ആ അത് നമുക്ക് തീരുമാനിച്ചാ എടുത്ത് വെക്കാൻ രസം കാണാന് ജീപ്പ് അല്ലമ്മ ഉമ്മാന്റെ ചെവിയിൽ ഇപ്പൊ എന്താണ് ഉമ്മാന്റെ ചെവിയിൽ ഇരിക്കല് ഇരിക്കലിന് ഒന്നുമില്ല തോർന്നിട്ടുണ്ടാവും ഓട തുറന്നാ അതെ ചെറുപ്പത്തില് അത് നമുക്ക് ഇനി മറ്റേ ഇവിടെ പൂരപ്പറമ്പിലില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിടാം ആ അത് പഴുക്കാണ് അത് കുഴപ്പമില്ല എമ്മാക്ക് സ്വർണം മാത്രം ഇട്ടാലേ ഇതാവുള്ളൂ അല്ലെങ്കിൽ കാത് പോക്കുമല്ലോ അത് ഈ പെണ്ണുങ്ങളെ ഐഡിയ ഒരു മിനിറ്റ് പണ്ട് ചെറുപ്പത്തില് ആ ചാത്തമ്മയുടെ ഒരു തട്ടല്ലേനി അത് കുത്തിന്റെ കാത് ഇവിടെ എന്നിട്ട് കമ്മലിട്ട കമ്മൽ ഇങ്ങനെ ഇട്ടു എന്നിട്ട് ഇപ്പൊ ഷീനു പണ്ട് ഇവിടുന്ന് പോയില്ലേ ഞാനെന്നെ പോയി അത് കൂത്തല് പോയി ഒറ്റക്ക് കാത് കുത്തിച്ചു ആ കുത്തി ഓട്ടൊക്കെ അതൊക്കെ ഇപ്പൊ തീർന്നു അങ്ങനെ ഉണ്ടല്ലേ കാത് കുത്തിയാ ഓട്ട തന്നെ അടിയില്ലമ്മ അതിപ്പോ മൂക്കുത്തിയാലൊക്കെ അങ്ങനെ തന്നെയല്ലേ പക്ഷെ മൂക്കുത്തി എന്നാലും ആ പാട് പറഞ്ഞത് പാടുണ്ടാവും നമുക്ക് കാത് കുത്തിയാലെന്നാ പിന്നെ ഒരു കാത് മാത്രം പിന്നെ എന്ത് കട മുസ്ലിങ്ങളെ നടത്തൂല അപ്പൊ ഉമ്മേ നിങ്ങൾ പെണ്ണുങ്ങളെ ആയിരിക്കല്ലേ ആണുങ്ങള് ആരാണ് ഹിന്ദുക്കൾ ജാതി വ്യത്യാസമൊക്കെ ഉണ്ടോ കാത് കുത്തുന്നതിന്? മുസ്ലിങ്ങള് കാത്തുത്തൂല അപ്പൊ ഉമ്മ ഉമ്മയും പെണ്ണും കാത് കുത്തിയോ പെണ്ണുങ്ങളല്ലേ ആണുങ്ങള് കാത്തുത്തൂലാണ് അങ്ങനൊന്നുമില്ല അങ്ങനെയുണ്ട് അപ്പൊ മൂക്കുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ലേ പെണ്ണുങ്ങൾക്ക് കാതും പെണ്ണുങ്ങള് ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ മൂക്കുത്തല്ല ആദ്യമാണ് മൂക്കൊന്ന് കുത്തൂലേന് ഇപ്പൊ മുസ്ലിമാള് മൂക്കുത്തുന്നില്ല ഉണ്ട് അതിൽ ആണുങ്ങൾ മൂക്കുത്താണുണ്ടോ മൂക്കുത്തി എന്താ മൂക്കുത്തി നമുക്ക് ഒരു പൗരത്താണ് മമ്മ അറിയോ ഇല്ല ആണുങ്ങൾക്ക് പൗരത്തല്ല കാതും മൂക്കും കുത്താൻ പാടില്ല പെണ്ണുങ്ങൾക്കാണ് കാതുത്തല് ആണുങ്ങളെ മുസ്ലിങ്ങൾക്ക് മൂക്കുത്തൂല മൂക്കും കാതും കുത്തൂല എന്തൊക്കെയാണ് അപ്പൊ നമ്മളെ ഇവിടുത്തെ മൂപ്പരാന് എല്ലാരും കുത്തിയണല്ലോ പള്ളിക്കത്തെ മൂല്യാരെ മൂക്ക് വരെ ഇതാണല്ലോ തന്നെ തന്നെ ആ കുത്തണ നേരെ ഇട്ട് ഒരു പറ്റമ്മല് എന്താണ് ആരെ മൂക്കും കുത്തിയില്ല മുസ്ലിങ്ങളെ മൂക്ക് ആരോടേ ചോദിച്ചത് ഞാൻ എടുക്കണേ ഈ ഗൾഫിലൊക്കെ അങ്ങനെയാണല്ലോ അപ്പൊ ഗൾഫില് ആ ഗൾഫിൽ മുസ്ലിംമാരല്ലേ തന്നെ മുടിയേ ഇമ്മാക്ക് എന്ത് ഇമ്മ ഗൾഫൊന്നും കണ്ടിട്ടില്ല ഇമ്മ അവിടെ വന്ന് കൊറേ താളുകളി നമ്മള് ഗൾഫാണ് ആ അപ്പൊ അതാണ് ഗൈസ് ആണുങ്ങൾക്ക് വാച്ച് കെട്ടാ എന്തൊരു മുട്ടില്ലേ പിന്നെ മൂക്കുത്തലും കാതുത്തലും ഇല്ല സ്വർണ്ണം ഒന്നും കെട്ടാനല്ലേ വെള്ളി കെട്ടാൻ പറ്റുമോ മോതിര സ്വർണ്ണം പാടില്ല സ്വർണ്ണം പാടില്ല മാലയിടാൻ പറ്റുമോ അല്ലാതെ സാധാ മോതിരിടാൻ പറ്റുമോ വെള്ളിന്റെ കട ആണുങ്ങൾക്ക് സ്വർണ്ണം പാടില്ല വെള്ളിയോ വെള്ളി ഇടാം അങ്ങനെയൊക്കെ ഗൈസ് ആണുങ്ങൾക്ക് സ്വർണം പാടില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആണോ ആണുങ്ങൾക്ക് വെള്ളിന്റെ മോതിര അത് കാര്യം ഉണ്ടാക്കിയാ നിങ്ങൾ തന്നെ സ്വർണ്ണ വെച്ചാല് ചെറുപ്പത്തിലും കൂടി ഇടാൻ പാടില്ലാന്ന് പക്ഷെ നിങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ ഇട്ടെന്നേനി നമുക്കറിയില്ല അതിനെ പറ്റി അത്ര സ്വർണത്തിന്റെ നൂല് ആണുങ്ങളെ മേത്ത് സ്വർണം തൊടിക്കാനേ പാടില്ല ഇപ്പൊ ബോധമുള്ളതാണ് ഗൈസ് ആ മറ്റേ പാടത്ത് പോയി സ്ഥലം വാങ്ങിയത് അതെ അതാണ് ഇപ്പത്തെ ബോധം അല്ലേ ചങ്ക് കുത്തല്ലിങ്ങള് പിന്നെയും പിന്നെ അതെ നമ്മളെവിടെയോ സ്ഥലം വാങ്ങണം നമ്മൾ എവിടെയും സ്ഥലം വാങ്ങണില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഗൈസ് ഇന്ന മനസ്സിലുള്ള പ്ലാൻ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ആ ഒരു സ്ഥലത്ത് നിക്കുക എന്നിട്ട് ആക്കം പോലെ നമുക്കറിയില്ല ഈ സോഷ്യൽ മീഡിയ ഐ മീൻ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ എത്ര കാലം വരെ ഉണ്ട് എന്ന് അതുകൊണ്ട് ഉള്ള പൈസ കൊണ്ട് നമ്മളൊരു പേര് അവിടെ ഉണ്ടാക്കുക അവിടെ ആ പേരുണ്ടാക്കണം അത് അവിടെ പൊളിച്ച് അലച്ച അവർക്ക് വെറുത്തുകണ് എന്താണ് ഇച്ച പറ്റിയെന്ന് എന്താ പറ്റി ഞാൻ പറഞ്ഞതേ അത് നടക്കാത്തോണ്ട് തന്നെയല്ലേ ആ അത് അതിന്റെ പിന്നാലെ ഈ KCB പിന്നാലെ മണ്ടി കഴിച്ച് ചടച്ചിക്കണ് അല്ല അമ്മ എന്തി പറയണേ ഇനി അവിടെ പേര വേണ്ട ഇനി അതിന്റെ പിന്നാലെ പയനാവൂല വെറുത്തുക്കണ് പിന്നെ നമ്മൾ എന്താ കാട്ടുക
അതിന്റെ മമ്മ എന്ന് പറഞ്ഞാ എവിടെങ്കിലും കായ് ഉണ്ടാവുമ്പോ 5 സെന്റ് സ്ഥലം വാങ്ങി എന്ത് കാര്യം ഉണ്ടാവുമ്പോ വലിയ എനിക്ക് എത്ര വയസ്സ് എന്റെ വയസ്സ് എത്ര എനിക്ക് 25 വയസ്സ് ഒരു പെണ്ണിട്ട്. എനിക്ക് 16 മമ്മ കരുതിയ അല്ല ഓൾക്ക് കല്യാണം കഴിച്ച് പോകേണ്ടതാണെന്ന് അവൻ പറഞ്ഞു. അതിനായിക്കോട്ടെ കല്യാണം ഉണ്ടാക്ക ഈ പേര് മതിയോ? ഈ പെരീക്കൊന്നും ആൾക്കാർ പെണ്ണ് തരില്ല അറിയോ പെണ്ണ് തരണ്ടേ? പെണ്ണിനെ അറിയോ എന്നാ ഒരു പേര വാങ്ങുക. പെര വാങ്ങാനും പൈസ വേണ്ട മമ്മ അപ്പൊ നമുക്ക് ഉമ്മമാന്റെ ഇത് നമുക്ക് പണയം വെക്കാം. ആ അതുകൊണ്ട് ഇപ്പൊ എന്തായാലും കുടിച്ചാലും അല്ല അതുകൊണ്ടൊന്നും ഇപ്പൊ ഒന്നും ആവില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഒരു സാധാ ഒരു ചെറിയ ആ ചെറിയ പാപ്പാന്റെ ആ പേരേക്കാം. ഭാഗത്ത് എവിടെയും 5 സെന്റ് സ്ഥലത്തിന് ആ പാപ്പാന്റെ ഉമ്മാടെ കയ്യിൽ കായുണ്ട് നമ്മ അറിയും. ഉമ്മമാന്റെ കയ്യിൽ 1 ലക്ഷം കൊണ്ട് നമുക്കൊരു പെര വെക്കാൻ പറ്റൂല. ബാക്കി നിങ്ങൾ നോക്കി. നമ്മള് നോക്കുന്നുണ്ട് നമ്മളെന്ത് ചെയ്യാനാ നമ്മളിപ്പോ നോക്കിയാൽ നമ്മളെ കൊണ്ട് പറ്റുന്നേറെ നമ്മള് നോക്കുന്നുണ്ട്. ഇതിന് എനിക്ക് ഒരു കൂടുതലുമില്ല. അതിന് ഉമ്മമ്മ നമ്മളെ മയത്ത് ആരെങ്കിലും ഈ ആൾക്കാരുണ്ടോ ആ പാടത്ത് പെരഞ്ഞു വാങ്ങാൻ ആരുണ്ടാവുക? എന്റെ മനെ പോലെ ആരെങ്കിലും പൊട്ടമ്മ ആരുമില്ല ആരും ഉണ്ടാവില്ല. അത് ലക്ഷത്തിൽ ഒന്നേ ഉള്ളൂ ആ സാധനം. അത് കഴിഞ്ഞു. ആ അത് ഇവിടെ ഉണ്ട്. ഇതേപോലത്തെ ഒരു സാധനം അല്ല ഇവിടെ. ഇങ്ങളെന്നെ ഒന്ന് പറയും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കഴിഞ്ഞെങ്കിൽ ഇപ്പൊ ഇത് പറയാൻ പോട്ടെ. അതായത് കാശ് നിങ്ങളെന്നെ ഒന്ന് പറഞ്ഞു തരി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇപ്പോ ഒരു ചെറിയൊരു പെര അവിടെ ആ അവിടെ ചെറിയൊരു പെര എന്നിട്ട് ആക്കം പോലെ ഇതാക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. അതിനിപ്പോ ഇനി എത്രങ്ങാനും ഉറുപ്പ്യ കൊടുക്കണം ആർക്കാന്? അത് കുഴപ്പമില്ല അവിടെ ചെയ്യന്നെ അങ്ങോട്ട് പെരല്ലേ നമ്മൾ അങ്ങനെ അതിനോട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകും ലാസ്റ്റ്. ഉള്ള പെര നമ്മൾ ചെറിയ പെരയാണെങ്കിൽ അത് നമ്മൾ അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി എടുക്കുക. അവിടുത്തെ എന്തൊക്കെ അവിടെ പ്രശ്നമുണ്ടോ അതൊക്കെ ശരിയാക്കി എടുക്കേണ്ടി വരും. അല്ലാതെ ഞാൻ കണ്ടിട്ട് എൻ്റെ ഭാഗത്ത് വേറൊരു ഐഡിയ കാണില്ല. ഇപ്പോ അനുവിന്റെ കല്യാണം ആയാൽ പോലും അന്റെ കഴിഞ്ഞിട്ടാണ് ഇണ്ട്. അത് നോക്കണ്ടേ മമ്മ? പെണ്ണിനെ തരില്ല ആരും. നിങ്ങളെ മട്ടം പോലെ കാര്യപോലെ അപ്പൊ ഞാനായിട്ട് എന്താ തടയണ്? ഉമ്മമ്മ തടീനല്ലേ ഉമ്മമാന്റെ അഭിപ്രായമല്ലേ വേണ്ടിയപ്പോ? എന്റെ അഭിപ്രായം വേണ്ട. ഞാൻ പിന്നെ ഇപ്പൊ ബുദ്ധിമുട്ടുമ്പോ പിന്നെ ഇപ്പൊ അത് നേരെയൊക്കെല്ല പാകമല്ല. അപ്പൊ അങ്ങനെ നോക്കി നോക്കാം. അതിന്റെ ഇടക്ക് എവിടെയെങ്കിലും വാങ്ങുകയാണെന്ന് വെച്ചാല് നമുക്ക് ആദ്യം ഇരിക്കാം. ആദ്യം നമുക്ക് അതിനവിടെ കായ് കളഞ്ഞിട്ട് പിന്നെ ഇരിക്കുമ്പോ പിന്നെയും കായ് ചെലവാകല്ലേ? അത് ചെലവാകും. നമുക്ക് നമ്മൾ ഉണ്ടാക്കണ്ടേ? അതിനൊരു കോളിയറെ കിട്ടൂല. അല്ല ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്കിപ്പോ പഞ്ചായത്ത് പെരയാണ്. അത് 4-5 കൊല്ലത്തിന് അത് വിൽക്കാനും ഒന്നിനും നമ്മളെ കൊണ്ട് പറ്റൂല. അതിനിപ്പോ ഞാൻ എത്രങ്ങാനും ഉറുപ്പ്യ മുടക്കണം. അത് മുടക്കണം. 5 ലക്ഷം കൊണ്ട് ഇപ്പൊ ഒരു പേര വാർക്കാൻ കഴിയുമോ? വാർക്കാൻ മാത്രം മതിയോ? വലിയ പൈസപ്പൊന്നും വേണ്ട. എന്നാലും ഒന്ന് തേക്കണ്ടേ? അതൊക്കെ നമ്മൾ ചെയ്യാ. അതൊക്കെ ചെയ്യന്നെ. ടൈലും വേറെയൊന്നും വേണ്ടാക്കണം. ഒരു പരിക്കനെ ഇടുക. മതി. അത് മതി. അങ്ങനെ ആയാലും മതി. നമുക്ക് ടൈലൊന്നും വേണ്ട. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാവി ഇരിച്ചാ നമുക്ക് എന്ത് വേണമെങ്കിലും ആക്കാം. ഇത് കെട്ടിയാൽ മരിക്കണ്ടേയും കാട്ടാം. കാട്ടാ നമ്മക്കേ അതാണ് തേക്കുക. വാർത്തിട്ട് ആ തേച്ചിട്ട് ഒരു പരിക്കനെ ഇടുക. അത് മതി. പിന്നെ നമുക്ക് ടൈലും വേറെയൊക്കെ നമുക്ക് പിന്നെ ഒരു കാലത്ത് നോക്കാം. അതന്നെ ഞാനും പറഞ്ഞത്. ഇപ്പൊ നമുക്ക് കേറി കടക്കാൻ വേണ്ടി ഒരു പേര ഉണ്ടാക്കുക. പിന്നെ ആക്കം പോലെ നമുക്ക് അടുക്കളല്ലോ അടുക്കള ഷെഡ് വെച്ചിട്ടാ മതി അപ്പുറത്തേക്ക്. അടുക്കളൊക്കെ വേണ്ടേ? ആയിക്കോട്ടെ ഒരു ഷെഡ് വെച്ചിട്ടാണ് മറ്റേ സീറ്റ് ഇട്ട് മറ്റേ എന്തേലും നമുക്ക് ഇതേമാതിരി കൂടിയാൽ മതി അവിടെ. അല്ലല്ലോ കുഞ്ഞുമോനെ വിളിച്ചിട്ടേ നമുക്കൊരു ഇറക്കി കെട്ടാൻ ഉണ്ടാക്കിയാൽ മതി. കമ്പിയൊക്കെ അതൊക്കെ നമുക്ക് എന്തെങ്കിലും കാട്ടാം. അതെ പേരൊന്നും ഉണ്ടാവട്ടെ. അപ്പൊ ഗൈസ് ഇതാണ് ഇപ്പൊ നമ്മളെ ഓരോ കാര്യങ്ങള്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മളെ പെരന്റെ കാര്യമായാലും ശരിയാക്കാൻ പറ്റുള്ളൂ അല്ലേ അമ്മമ്മ? എന്റെ മക്കളെ നിങ്ങളെല്ലാവരും സഹായം ഉണ്ടായതുകൊണ്ട് അപ്പം എൻ്റെ കാലത്തെ കമ്മല് പണയം വെച്ചിട്ട് ഒരു കൊല്ലായി. അതിപ്പോൾ എടുത്തു കൊടുക്കും എൻ്റെ കുട്ടികളിൻ്റെ കജ്ജി കൊണ്ടു വരുമ്പോഴാണ് ഞാൻ തന്നെ കാണുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സഹായം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ നിലയിൽ എത്തണതും. അപ്പൊ അതുകൊണ്ട് വലിയ നിലയിലൊന്നും എത്തിയിട്ടില്ല. എന്നാലും പൊന്നു മക്കളെ നിങ്ങളെല്ലാവരും സഹായം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. സന്തോഷം. അടുത്ത വീഡിയോസിൽ കാണാം. അടുത്ത വീഡിയോസ് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമുക്ക് ഇനിയിപ്പോ അടുത്ത വല്യമാനെ നമ്മള് വൈകുന്നേരം ആവാൻ നേരത്ത് ഇപ്പോ ഒരു 10 മണിക്ക് ആയിട്ടുള്ളൂ. 10-11 മണിയായില്ലേ? വൈകുന്നേരം ആവുന്ന നേരത്തെ നമ്മള് ഹോസ്പിറ്റലിൽ പോണേക്കാരാം. അതെ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോസ് കാണാം.